വണ്ണക്കര ഗ്രാമം. എല്ലാ നാടിനെയും പോലെ ഇവിടെയും കുറേ സവിശേഷതകളുണ്ട്. അതിൽ പ്രധാനം ഇവിടെ ജനിച്ചു വളർന്ന് ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങളും വിശുദ്ധരാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് 2 വോട്ടിന് ഒരു വാർഡ് ഏറെ കിട്ടിയതാണ് ഭരണപക്ഷത്തിന്. ജനറൽ വാർഡിൽ നിന്നും മത്സരിച്ച വനിതാ മെമ്പർ ശാന്താദേവിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി ഏതോ 2 പുരുഷ കേസരികൾ വോട്ട് മറിച്ചു കുത്തിയതുകൊണ്ടാണ് ഭരണം നഷ്ടമായതെന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തൽ. എന്നാൽ ഇന്ന് നേരം പുലർന്നതോടെ വണ്ണക്കരയുടെ വിശുദ്ധി എന്താകുമെന്ന് സംശയമായിരിക്കുകയാണ്. എടാ രാഘവ, എത്ര കാലമായി കണ്ടിട്ട്. ഈ എന്നടാ വന്ന്? ഞാൻ ഇന്നലെ. ഇപ്രാവശ്യം ലീവിനാ വന്ന്? ലീവല്ല, വിസ ക്യാൻസൽ ചെയ്ത്. ഇനിയുള്ള കാലം മക്കളൊക്കെ ഒപ്പം കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ സ്വസ്ഥമായിട്ട് ജീവിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതാ നല്ലത്. ഈ വയസ്സാം കാലത്ത് മക്കളും കുട്ടികളൊക്കെ ഉള്ളപ്പോൾ ദൂരം നിൽക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്. ശരിയാണത്, പറഞ്ഞത് വളരെ കറക്റ്റാ. അല്ല, താനെന്താ ഇവിടെ? തൻ്റെ പുരോഗമനമൊക്കെ വിട്ടോ? ഞാൻ എൻ്റെ വീട്ടുകാർക്ക് കൂട്ടിനൊന്നാ. അവളെന്താ ഭക്തയാ? പിന്നെന്താ, അവൾ എന്നെ പേടിച്ച് ഇത്രയും കാലം അവളുടെ ഭക്തിയൊക്കെ മറച്ചു വെച്ച് ജീവിച്ചു. പാവം. എന്താ തന്നെ ഇപ്പം പേടിയില്ലേ അവക്ക്? അതല്ലടോ, ഈ ജനാധിപത്യം എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിൽ നിന്ന് തുടങ്ങാമെന്ന പക്ഷക്കാരനാണ് ഞാനിപ്പോൾ. അതായത് ഞാനൊരു പുരോഗമനവാദിയായത് എൻ്റെ അവകാശമാണ്. അതുപോലെയാണ് അവളുടെ ഭക്തിക്കുള്ള അവളുടെ അവകാശവും. ഓ, മനസ്സിലായി. നിങ്ങൾ പുരോഗമനക്കാരുടെ സ്ഥിരം അടവല്ലേ? അതല്ലടാ, എന്നെ കുടുംബജീവിതത്തിൻ്റെ ജനാധിപത്യം പഠിപ്പിച്ചത് എൻ്റെ അനുഭവങ്ങളാണ്. ഒരുപക്ഷെ താനെ കേട്ടിരിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ തീ തിന്നൊരു ദിവസം ഉണ്ടായിരുന്നു. ആ ദിവസത്തിൻ്റെ അനുഭവത്തിന് ശേഷമാണ് ഞാൻ എല്ലാം പഠിച്ചത്. അന്ന് എൻ്റെ ശാന്ത വാർഡ് മെമ്പറായിരുന്നു. ശാന്തേ, ശാന്തേ, പോയി കിടക്കണം. ശാന്ത്, ശാന്തേ, ഇവളിത് എവിടെ പോയി കിടക്കുക? ശാന്തേ, The number you're calling is out of network coverage area. Please try later. മീനാക്ഷിയെ, രാമനായരുണ്ടോ അവിടെ? ആ ഉണ്ടല്ലോ. ഒന്ന് വിളിക്കോ?
എന്തോ കാര്യം പറയാൻ. കൂട്ടത്തില്ല. രാഘവേട്ടന്റെ പ്രശ്നം ഒന്നുമില്ല. ഒന്നുമില്ലാഞ്ഞിട്ടാണോ? പിന്നെ രാഘവേട്ടൻ രാവിലെ മുതൽ പരവേശമായിട്ട് നടക്കുന്നുണ്ട്. ഒന്നുമില്ല. ഒന്നുമില്ലാണ്ടിരിക്കില്ല. പറ, എന്താ ഏട്ടാ പറ. ഇനി ഇജ്ജ് ആരോട് പറയേണ്ടത്? ഇല്ല. ശാന്തേനെ കാണാനില്ല, ഓളെ ബാഗും കാണാനില്ല, ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ എടുക്കണമില്ല. ഓ, അതാണ് ഇപ്പോൾ വലിയ കാര്യം. ഓക്കല്ലെങ്കിൽ ഇളക്കത്തിരി കൂടുതലാ. ഓക്കെ, പറയാത്തതിൻ്റെ എനക്കേടാ, വേറൊന്നുമല്ല. ഇനി നീയായിട്ട് ഇത് ആരോട് പറയണ്ട. ഓ, എനിക്ക് എൻ്റെ പണിയല്ല, ഞാൻ ആരോടും പറയണില്ല. പിന്നെ വേഗം ഒരു കാര്യം പറയാണ്ട്, ഒരു കാര്യം പറയാണ്ട്. പിന്നെ നിങ്ങൾ അറിഞ്ഞോ, നമ്മളെ അപ്പുറത്തെ ശാന്തല്ലേ മെമ്പർ, ഓളെ കാണാല്ല. എങ്ങടെ പോയത്? രാവിലെ മുതൽ ബാഗും ഇല്ല, ഒന്നുമില്ല, ഒന്നും കാണാല്ല. ഏതിലെ പോയതെന്നറിയില്ല. രാഘവേട്ടൻ രാവിലെ മുതൽ സങ്കടത്തിലാണ്, ആകെ ബേജാറൂട്ടി നടക്കുകയാണ്. വിശ്വസിക്കാൻ തന്നെ വയ്യട്ടോ, എന്താ പോയത്? എനിക്ക് തോന്നുന്നു ആരോ കൂടെ എങ്ങോട്ടോ പോയോന്നൊരു സംശയം അങ്ങനെ പറയുന്നു. എന്താ ചെയ്യാൻ എനിക്കറിയില്ല. അങ്ങനെ രാവിലെ മുതൽ ഒന്നും കഷ്ടം അറിയില്ല. അറിയില്ല എന്താ ചെയ്യാൻ. ഓളെ പിന്നെ വിളിച്ചിട്ട് കിട്ടിയോ? ഇല്ല, സ്വിച്ച് ഓഫ് ആണ്. ഈ ബേജാറാകല്ലേ, ഓള് പഞ്ചായത്തിൻ്റെയോ പാർട്ടീൻ്റെയോ വല്ല പരിപാടിക്കോ മറ്റോ പോയതായിരിക്കും. അതൊക്കെ എന്നോട് പറഞ്ഞിട്ട് പോലാണ്. ഇതൊന്നല്ല. പിന്നെ എനിക്കറിയില്ല. ഈ വിഷമിക്കല്ല രാഘവ, നമുക്ക് പാർട്ടി സെക്രട്ടറിനോടോ പ്രസിഡൻറ്റിനോടോ ആരോടെങ്കിലുമൊക്കെ വിളിച്ച് അന്വേഷിക്കാം. എന്തിന്? എൻ്റെ കെട്ടിയോടെ എങ്ങോട്ടാ പോയെന്ന് ചോദിച്ചിട്ടോ? ഒക്കെ എന്നെ പറഞ്ഞാൽ മതി. ഞാൻ അവൾക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുത്തു. അതിൻ്റെ കഴപ്പാ. ഇത് വരട്ടെ, കാണിച്ചു കൊടുക്കണ്ട്. സസൂക്ഷ്മം സംഘടനാ കാര്യം. ഏത് പേപ്പർ എടുത്ത് നോക്കിയാലും രാഷ്ട്രീയക്കാരെ തമ്മിൽ തന്നെ തുണിപൊക്കൽ മാത്രമേ ഉള്ളൂ. ഈ രാഷ്ട്രീയത്തിൽ എന്ത് കുഴപ്പമാണ് ചങ്ങായി കണ്ടത്? ഏത് ചങ്ങായി നിങ്ങൾ MLA കൂറുമാറിയെങ്കിലേ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മൂപ്പര് സ്വതന്ത്രനല്ലേ? അതെന്ത്? ഞങ്ങൾ പാർട്ടിക്കാരെ വോട്ട് വാങ്ങിയിട്ട് മൂപ്പര് ജയിച്ചത്. അന്തസ്സുണ്ട്, രാജു വെക്കണം. അതന്നെ, അത് ജയം പറഞ്ഞതാണ് അതിൻ്റെ ഒരു ശരി. എന്ത് ശരി? കച്ചവടക്കാരെ നിർത്തി മത്സരിപ്പിക്കുമ്പോഴേ ആലോചിക്കണേന്നു. അതെന്ത്? അങ്ങനെയാണ് നിങ്ങളുടെ പാർട്ടിക്കാർ കുറെ മൂപ്പര് ചാക്കട നടന്നിക്കണല്ലോ. ഞങ്ങൾക്ക് അങ്ങനത്തെ വണ്ടി മേലൊന്നും വേണ്ട. മീന് അയലമത്തി ആകോലി പുതിയപ്പളക്കോരെ മീന് വരാ. അല്ല ബേപ്പൂര് മീനാ,
ബേപ്പൂർ കടപ്പുറം മീനാണ്. വരെ വരെ വരെ. എത്ര? ആകെ 100 ഉറുപ്പല്ലേ പുതിയപ്പളക്കോരക്ക്? ആകെ 100 ഉറുപ്പുള്ളൂ. 1/2 കിലോ അല്ലേ? ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. 1/2 കിലോ പുതിയപ്പളക്കോര. നമ്മളെ എന്താ മീൻ ഇറങ്ങന്മാർ പടക്കണ മീൻ ഇവിടെ എവിടെയെങ്കിലും കിട്ടുമോ? നല്ല സൂപ്പർ മീന. അറിഞ്ഞില്ലേ നമ്മളെ മെമ്പർ ഷാനാദേവിനെ കാണാലാന്ന്. നേരം വിളിക്കുമ്പോ തന്നെ ഏഷണി പറയല്ലേ എൻ്റെ കോമള. ഞാൻ പറഞ്ഞ വിശ്വാസമില്ലെങ്കിലേ നിങ്ങൾ മെമ്പറെ പെരീക്കാണ് പോയേക്കും. നാട്ടുകാർ മൊത്തം അവിടെ നിറഞ്ഞിക്കണു. ആരപ്പോ ചാടിപ്പോയി എന്നാണ് കേൾക്കണത്. നോക്കിയാ ഞങ്ങളെ മെമ്പറെ പറ്റി തോന്നിയ ദിവസം പറഞ്ഞ ഈ അതുന്റെ തനി കോണജ് അറിയും. രാവിലെ തന്നെ ജിഞ്ഞാട് നെട്ടിച്ചല്ലേ, ഞാനവിടെ നെട്ടുള്ളൂ. ഓ എൻ്റെ മാതിരി പെണ്ണുങ്ങളുടെ തല്ലുകൊണ്ടോരൊന്നും ഞങ്ങളുടെ പാർട്ടിയിലില്ലടാ. അതുകൊണ്ടേക്കാരം എൻ്റെ മെമ്പർ ചാടിപ്പോയത്. നോക്കിയാ മര്യാദക്കുള്ള വർത്താനം പറഞ്ഞോ. മീൻ വെട്ടണ കത്തിന്റെ ഇതില് എന്തടങ്ങലേന്ന് ഒരു പ്രതിപക്ഷക്കാര് രാഷ്ട്രീയ ദേശം വെച്ചിട്ട് എന്തും പറയാന്നാ. അല്ലെങ്ങൈമാരെ മെമ്പർ വല്ല മീറ്റിങ്ങിനും പോയതാണെങ്കിലോ? ഓല പെണ്ണുങ്ങളൊക്കെ കെട്ടിയവനോടും പെരിയിലും പറയാതേക്കാരം മീറ്റിങ്ങിന് പോണത്. ഇത് ചാടിപ്പോയത് തന്നെയാണ്. ചാടിപ്പോയത് തന്നെയാണത്, ചാടിപ്പോയത് തന്നെയാണ്. ആ തെളിവുണ്ട് ഇവിടെ. അല്ല നായരെ, നിങ്ങൾ ഇന്നലെ ഓളപ്പം തന്നെ അല്ലേ കടന്നുറങ്ങിയത്? എന്താ ദാസപ്പ ഈ പറയണത്? ഒപ്പം കടന്നു എന്ന് വെച്ച് മനസ്സിൻ്റെ ഉള്ളറിയാൻ പറ്റുമോ? അതെ, നേരെ 10 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ ഓളെ കാത്തിട്ട് കാര്യമൊന്നുമില്ല. നമുക്ക് പോലീസിലൊരു കംപ്ലൈൻറ്റ് കൊടുത്താലോ? നിൽക്കട്ടെ. അതിന് മുമ്പ് നമുക്ക് നാട്ടിൽ നിന്ന് വല്ല കുണ്ടന്മാരും മുങ്ങിക്കണോ നോക്കല്ലേ നല്ലത്. അതാണ് അതിൻ്റെ ഒരു ശരി. എന്നാലും എൻ്റെ തങ്കേച്ചി, ആ ശാന്തയ്ക്ക് രാഘവേട്ടനോട് ഇങ്ങനെ ചെയ്യാൻ തോന്നിയല്ലോ. കരയിലെ മീനാക്ഷിയെ, ഇപ്പോഴത്തെ ഓരോ ജാതി പെണ്ണുങ്ങൾ ഇങ്ങനെ തന്നെയാണ്. അല്ലടാ, ഓൾ എന്നോട് ഇങ്ങനെ ചെയ്യാൻ എന്താ കാരണം നിനക്കറിയോ? എനിക്കറിയില്ല. 10 വയസ്സിൻ്റെ വ്യത്യാസം ഞങ്ങൾ തമ്മിലുണ്ടെന്നുള്ള സത്യം. എൻ്റെ കുറവ് നല്ലോണ്ട്, പക്ഷെ എൻ്റെ കേടൊന്നും ഇതുവരെ ഓളിനോട് കാട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് കുട്ടികളൊന്നും ഇല്ലാത്തതിൻ്റെ സങ്കടത്തിൽ വല്ല അല്ല സഖാവേ, ആകെ മാനക്കേടായല്ലോ. ജനങ്ങളോട് നമ്മൾ എന്താ പറയുക? ജനങ്ങളോട് നമുക്ക് എന്ത് നുണയും പറഞ്ഞ് പറ്റിച്ചാന്ന് കൂട്ടാം. ഇഞ്ചി പേടിപ്പം അതല്ല, നമ്മളെ ഭരണം പോകുമോ. ഹലോ സഖാവേ, എന്താ സഖാവേ ഞാൻ ഈ കേൾക്കുന്നത്? അവൾ എങ്ങോട്ടാണ് മുങ്ങിയത്? അതിപ്പോൾ എങ്ങനെ ഇച്ചറിയാം? നിങ്ങളൊക്കെ അല്ലേ ഓലെ താങ്ങി ഇറങ്ങിയെന്ന്. നിന്നോട് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് അൺപാർലമെൻ്ററി വാക്കുകൾ ഉപയോഗിക്കരുതെന്ന്. ഇജൊന്ന് പൊയ്ക്കാറ്. ഇവിടെ തലയെ കത്തുമ്പോൾ എൻ്റെ മാലയെ കത്തൽ അതൊന്നും പറഞ്ഞാൽ പറ്റൂല. നിൻ്റെ ബ്രാഞ്ച് പരിധിയിലെ ഒരു മെമ്പറാണ് മിസ്സായിട്ടുള്ളത്. താൻ പാർട്ടിയോട് മറുപടി പറഞ്ഞേ പറ്റൂ. ഓലക്കാണ്. എന്താണ് ആ പെമ്പറന്നോൾ ആലപ്പ ചാടിപ്പോയേനെ? ലോക്കൽ കമ്മിറ്റി, ഏരിയ കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും ഇന്ത്യ നെഞ്ചത്തേക്കാണ് പാഞ്ഞു കയറുന്നത്. ഓലക്കേൻ്റെ മൂട്.
രാഘവ, ഇനി ഞാൻ പറയണത് കേട്ട് താൻ വിഷമിക്കരുത്. ചെത്തുകാരൻ കണാരനെയും ഇന്ന് രാവിലെ മുതൽ കാണാനില്ല. കൊല്ലം വേലുവാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ ചെത്ത് കഴിഞ്ഞ് ഷാപ്പിൽ അളവിന് ചെന്നിട്ടില്ല. അത് ശരിയാവാനാണ് സാധ്യത. ഓൻ്റെ മസിലിനെ കുറിച്ച് കൂടെ എപ്പോഴും എന്നോട് പറയലുണ്ട്. എന്നാലും ആ കള്ളൻ നായൻ്റെ ഒപ്പം പോവോക്കെ അങ്ങനെ തോന്നിയിട്ട് രാമ. ഛേ, ഇത് ശരിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നായന്മാർക്ക് മൊത്തം നാണക്കേടായി. ആ രാമേട്ടാ, ഞാൻ അങ്ങാടി ചെന്നപ്പോഴേ വിവരം അറിയാം. ഓ, അങ്ങാടിയിലും പാട്ടായോ? സംഗതി ആകെ മാനക്കേടായി. അതെന്തേ? ചെത്തുകാരൻ കാണാരന് ഇന്ന് രാവിലെ മുതൽ കാണാനില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. അതൊന്നും പറയാൻ പറ്റില്ല. അല്ല, നിങ്ങളെങ്ങനെ കാര്യം അറിഞ്ഞേ? എന്നോട് പറഞ്ഞു കൊല്ലം വേലുവാ. അയാൾക്ക് കള്ള് ഷാപ്പിൽ നിന്ന് കിട്ടിയ അറിവാ. ഏതായാലും സംഗതി ആകെ പ്രശ്നമാണ്. ഇതൊരു കാര്യം ചെയ്യും, പ്രസിഡന്റിനെ വിളിച്ചിട്ട് വേഗം വിവരം പറയാം. അതെ, മൂപ്പർ എന്തേലും ഒരു മാർഗം കാണും. ആ, പിന്നെ എന്തെങ്കിലും വിവരം കിട്ടി എന്നെ അറിയിക്കണം. രാഘവൻ ആകെ ബേജാറില്ല. ഞാൻ അവന് ലേശം ഭക്ഷണം എന്തെങ്കിലും കൊണ്ടു കൊടുക്കട്ടെ. ആ ആയിക്കോട്ടെ. നോക്കിയാ ഇപ്പം തന്നെ പ്രസിഡന്റിനെ വിളിച്ച് കാര്യം പറയും. ഞാൻ തിരിഞ്ഞു കുറിച്ച് വരട്ടെ. ഞാൻ വിളിച്ചോളാം. ആ ആയിക്കോട്ടെ. അപ്പൊ സാറേ, ആ ബിൽഡിംഗ് പെർമിഷന്റെ കാര്യം നിങ്ങളതാണ് ശരിയാക്കി തരാം. ഞാൻ വിചാരിച്ച നടക്കാത്തതായിട്ട് ഈ പഞ്ചായത്തിൽ ഒരു കാര്യങ്ങളുമില്ല. പൊതുവെ പറഞ്ഞു കേൾക്കുന്നത് സാറ് പ്രതിപക്ഷത്തിലെ ഒരു ആളാണെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. ആര് ഭരിച്ചാലും ഈ കോമളം വിചാരിച്ച കാര്യങ്ങൾ നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഭരണമൊന്നും വേണ്ട. മനസ്സിലായോ? ഒരു മിനിറ്റ്. ആ ഹലോ സുബു. നേതാവേ, ശാന്ത നമ്മുടെ കണാറിന്റെ കൂടെ ഒളിച്ചോടിയതാന്ന് കേൾക്കുന്നുണ്ട്. ആണോ? അപ്പൊ നമുക്ക് അനുകൂലമായ രാഷ്ട്രീയ കാറ്റാണല്ലോ വെണ്ണക്കരയിൽ വീശിക്കൊണ്ടിരിക്കുന്നത്. അല്ല നേതാവേ, കണാര നമ്മളാളല്ലേ. അപ്പൊ മാനക്കേടിന്റെ പകുതി ഞമ്മക്കും കൂടിയല്ലേ. എന്ത് മാനക്കേട്? ഓ പഞ്ചായത്ത് മെമ്പർ എന്നല്ലോ, അതുകൊണ്ട് രാജിവെക്കേണ്ട കാര്യമില്ലല്ലോ. അതിൻ്റെ ഒലക്കമ്പത്തെ ചിരി. കണാരം മെമ്പറാണ് കല്യാണം കഴിച്ചാലോ? അങ്ങനെ സംഭവിച്ച നമ്മുടെ അനുഭവിയെ കണാരന്റെ ഭാര്യയെ നമ്മൾ കൂറുമാറ്റിച്ച് നമ്മളെ പാർട്ടിയിലേക്ക് ചേർക്കും. ഇതുപോലെ നടക്കുമോ? പിന്നെ ഓൾക്ക് നല്ല പ്ലാൻ ഉണ്ട്. അടിയന്തര ലോക്കൽ കമ്മിറ്റി ഒക്കെ കൂടിയിട്ടുണ്ട്. അതിനെന്താ, നമ്മളൊന്ന് മണ്ഡലം കമ്മിറ്റി കൂടുന്നുണ്ടല്ലോ. ആ, അങ്ങനെയാണെങ്കിൽ അത് മതി. ഓക്കെ, നമുക്ക് കാണാം. ഓക്കെ, അപ്പോ കാര്യം ഞാനേറ്റു. പറഞ്ഞെടുത്തോ കാര്യങ്ങളൊക്കെ. അങ്ങാടി കാണാം. അപ്പോ ഒരു ചായ കുടിച്ചാലേ? ഓക്കെ, കടിയും വേണം. കണാറിനാകാനുള്ള ശ്രമത്തിലാണോ?
തങ്കക്കൂടം വീരരായി അക്കൊമ്പിലിക്കൊമ്പിലമ്മാനമാടുന്ന പന്നക്കസേരയ്ക്കതായി അന്തിക്ക് അങ്കപ്പൂറപ്പാടിലായി മണ്ണിൽ എന്നും പകച്ചുളയായി വണ്ണക്കരക്കുന്നിരുള്ളം തുടിപ്പുള്ള തങ്കക്കൂടം വീരരായി അക്കൊമ്പിലിക്കൊമ്പിലമ്മാനമാടുന്ന പന്നക്കസേരയ്ക്കതായി അന്തിക്ക് അങ്കപ്പൂറപ്പാടിലായി മണ്ണിൽ എന്നും പകച്ചുളയായി കാതങ്ങളേറെ കഴിഞ്ഞെങ്കിലാറാത്ത കൂറ്റൻ വേടിച്ചേളുമായി കാതങ്ങളേറെ കഴിഞ്ഞെങ്കിലാറാത്ത കൂറ്റൻ വേടിച്ചേളുമായി കാലണയ്ക്കുള്ള ഗതിയതില്ലെങ്കിലും തമ്മിൽ പഴിപ്പാട്ടുമായി ചേരും സ്വന്തം കൊടിച്ചോട്ടിലായി കാലണയ്ക്കുള്ള ഗതിയതില്ലെങ്കിലും തമ്മിൽ പഴിപ്പാട്ടുമായി ചേരും സ്വന്തം കൊടിച്ചോട്ടിലായി വണ്ണക്കരക്കുന്നിരുള്ളം തുടിപ്പുള്ള തങ്കക്കൂടം വീരരായി അക്കൊമ്പിലിക്കൊമ്പിലമ്മാനമാടുന്ന പന്നക്കസേരയ്ക്കതായി അന്തിക്ക് അങ്കപ്പൂറപ്പാടിലായി മണ്ണിൽ എന്നും പകച്ചുളയായി ഒറ്റിഴക്കമ്പിക്ക് നാദം ശ്രവിക്കുന്ന ഏതൊരു മൺവീണ ഞാൻ ഒറ്റിഴക്കമ്പിക്ക് നാദം ശ്രവിക്കുന്ന ഏതൊരു മൺവീണ ഞാൻ ഈ തുലപ്പൈത്തിന്റെ താളം പിടിക്കുവാൻ ചാരത്തണഞ്ഞിടണം പെണ്ണെ പാടെ നനഞ്ഞോടിടാം ഈ തുലപ്പൈത്തിന്റെ താളം പിടിക്കുവാൻ ചാരത്തണഞ്ഞിടണം പെണ്ണെ പാടെ നനഞ്ഞോടിടാം വണ്ണക്കരക്കുന്നിരുള്ളം തുടിപ്പുള്ള തങ്കക്കൂടം വീരരായി അക്കൊമ്പിലിക്കൊമ്പിലമ്മാനമാടുന്ന പന്നക്കസേരയ്ക്കതായി അന്തിക്ക് അങ്കപ്പൂറപ്പാടിലായി മണ്ണിൽ എന്നും പകച്ചുളയായി മുറ്റത്തെ മാങ്കൊമ്പിൽ ഉന്നം വീഴച്ചെറിഞ്ഞീ കൊച്ചു പൂന്തോപ്പിലായി മുറ്റത്തെ മാങ്കൊമ്പിൽ ഉന്നം വീഴച്ചെറിഞ്ഞീ കൊച്ചു പൂന്തോപ്പിലായി കാറ്റും മയേറ്റുപൊഴിക്കുന്നതെങ്കനിക്കാമോദമേറിടുന്നു മാറിൽ പൊന്നിൻ തീടം പാഴുന്നു കാറ്റും മയേറ്റുപൊഴിക്കുന്നതെങ്കനിക്കാമോദമേറിടുന്നു മാറിൽ പൊന്നിൻ തീടം പാഴുന്നു വണ്ണക്കരക്കുന്നിലുള്ളം തുടിപ്പുള്ള തങ്കക്കൂടം വീരരായി അക്കൊമ്പിലിക്കൊമ്പിലമ്മാനമാടുന്ന പന്നക്കസേരയ്ക്കതായി അന്തിക്ക് അങ്കപ്പൂറപ്പാടിലായി മണ്ണിൽ എന്നും പകച്ചുളയായി വണ്ണക്കരക്കുന്നിരുള്ളം തുടിപ്പുള്ള തങ്കക്കൂടം വീരരായി അക്കൊമ്പിലിക്കൊമ്പിലമ്മാനമാടുന്ന പന്നക്കസേരയ്ക്കതായി അന്തിക്ക് അങ്കപ്പൂറപ്പാടിലായി മണ്ണിൽ എന്നും പകച്ചുളയായി എന്നും മണ്ണിൽ പകച്ചുളയായി മണ്ണിൽ എന്നും പകച്ചുളയായി അപ്പോൾ നമ്മുടെ പാർട്ടിയും നമ്മുടെ പ്രസിഡൻറ്റും ഒത്തിരി സഹിച്ചും സാഹസപ്പെട്ടുമാണ് ഈ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കറിയാലോ, നമ്മുടെ ഘടകകക്ഷികൾ എപ്പോഴാണ് മറുകണ്ഠം ചാടുന്നതെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഭരണം നിലനിർത്തുന്നതിനും മെമ്പർ ശാന്തയുടെ തിരോധാനത്തിൽ നിന്നും തൽക്കാലം നമ്മൾ ജനശ്രദ്ധ തിരിച്ചുവിടുന്നതിനും പുതിയ തന്ത്രങ്ങൾ മെനയുന്നതിനും അടവുകളും ആവിഷ്കരിക്കേണ്ടതുണ്ട്. ബാക്കി കാര്യങ്ങൾ സഖാവ് ലോനപ്പൻ പ്രസിഡന്റ് നമ്മോട് സംസാരിക്കും. സഖാക്കളെ, നമ്മുടെ ലോക്കൽ സെക്രട്ടറി പറഞ്ഞതുപോലെ നമ്മുടെ ഭരണം ഇന്ന് മുതൽ ഒരു നൂൽപ്പാലത്തിലാണ്. ഈ പ്രതിസന്ധി നമുക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ അധികാരം നഷ്ടപ്പെടാൻ പോവുകയാണ്. ഇനി പ്രതിപക്ഷത്തുനിന്ന് ഒന്നോ രണ്ടോ ആളെ ചാക്കിട്ട് പിടിക്കാനും വേണ്ടി വന്നാൽ നമുക്ക് ശ്രമിക്കാം. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും സഹായവും വേണം. പിന്നെ വേറൊരു കാര്യം,
മെമ്പർ ശാന്ത എങ്ങോട്ട് പോയി, ആരുടെ കൂടെ പോയി, ഈ കാര്യങ്ങൾ പാർട്ടി അന്വേഷിക്കണം. അതിന് നിങ്ങളെല്ലാവരുടെയും സഹകരണം, നിങ്ങൾ പല വഴിക്ക് പിരിഞ്ഞിട്ട് അതൊരു അന്വേഷണം നടത്തണം എന്ന് ഞാൻ വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. ലാൽ സലാം. അപ്പോൾ സഖാക്കളെ, ഞാനും പ്രസിഡന്റ് പറഞ്ഞ കാര്യത്തിൽ ആദ്യം ചർച്ചയാവാം, എന്നിട്ട് തീരുമാനിക്കാൻ പറ്റത്. അല്ല പ്രസിഡൻ്റെ, ഇപ്പോൾ നമ്മളെ മെമ്പർ വന്നിട്ടില്ലെങ്കിൽ ഉപതെരഞ്ഞെടുപ്പ് വരും. അപ്പോൾ നമ്മളെ പാർട്ടിക്ക് നല്ലൊരു സ്ഥാനാർത്ഥിനെ വേണ്ടേ? അതപ്പം ആലോചിക്കാം. എപ്പോൾ? നിങ്ങൾക്കത് പറഞ്ഞാൽ മതി. ഈ അദ്ദുവിൻ്റെ ബ്രാഞ്ചിൽ പാർട്ടിക്ക് പറ്റിയൊരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ ഈ അദ്ദുവിൻ്റെ കോലട് മാറും. നീ ഒന്ന് അടങ്ങാത്തോ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അങ്ങനെ ബൈക്കിന് പേര്. അല്ല, പാർട്ടി ഇപ്പോൾ ആരാ ഉദ്ദേശിക്കണേ? ഇജെന്താ അപ്പം അങ്ങനെ പറയണത്? നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ ഞാൻ തന്നെ ആകാൻ. അതൊക്കെ നമുക്ക് നാളത്തെ കമ്മിറ്റിയിൽ തീരുമാനിക്കാം. ഇന്ന് നമ്മൾ മെമ്പറെ അന്വേഷിക്കാൻ പോവാം. നമുക്ക് പഞ്ചായത്ത് ഫണ്ട് ഓരോ നാരങ്ങളെ കുറിച്ച് തുടങ്ങിയാലോ? എന്ത് തുടങ്ങണേ? മെമ്പർ അന്വേഷണ കാര്യം. അല്ല പ്രസിഡന്റ്, കണാറിന്റെ ഒപ്പാണ് മെമ്പർ പോയതുണ്ടെങ്കിൽ അതിലൊരു ഗൂഢാലോചന മണല്ലേ? അതിന്റെ മീൻ മണക്കണോ? അതല്ലാന്ന്, കണാരൻ പ്രതിപക്ഷത്തിന്റെ ആളാ. ചിലപ്പോൾ ഓര് പറഞ്ഞിട്ടാണെങ്കിൽ ഈ കണാരൻ മെമ്പർ ചാടിച്ചിരിക്കണത് പറയാൻ പറ്റില്ല, രാഷ്ട്രീയല്ലേ. അനുകൂലമായ ഈ രാഷ്ട്രീയ സാഹചര്യം മുതലെടുത്തുകൊണ്ട് പഞ്ചായത്ത് മെമ്പർ രാജിവെക്കണമെന്ന് പറഞ്ഞ് നാളെ തന്നെ അവിശ്വാസ പ്രമേയ ചർച്ച നമ്മൾ കൊണ്ടുവരും. മെമ്പർ എപ്പോഴേക്കും വന്നാലോ? നമ്മൾ അടവ് മാറ്റും. വെണ്ണക്കര പഞ്ചായത്തിൻ്റെ മാനം കെടുത്തി ഒളിച്ചോടിപ്പോയ പഞ്ചായത്ത് മെമ്പർ രാജിവെക്കണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തും, പഞ്ചായത്തിലേക്ക് നമ്മൾ സമര പരിപാടി നടത്തും, പഞ്ചായത്തിൽ നിന്ന് കത്തും. ഭരണം അവരെ കയ്യിലാണ്. അവർ പോലീസ് ഇറക്കി സമരം പൊളിച്ചാലോ? പോലീസ് എത്ര സമര പോരാട്ടങ്ങളെ പോർമുഖത്ത് നിന്നവരാണ് നമ്മൾ. ഭരണകൂട പോലീസൊക്കെ നമുക്ക് വെറും പുല്ലാണ്, പുല്ല്. അടി കിട്ടുമ്പോഴും നേതാവ് ഇതൊക്കെ തന്നെ പറയണം. അല്ല, അവിശ്വാസം അഥവാ പാസ്സായി ആരാവും നമ്മുടെ പ്രസിഡന്റ്? അത് പറയാണ്ടോ, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് എന്ന നിലക്ക് ഞാൻ തന്നെയായിരിക്കും പഞ്ചായത്ത് പ്രസിഡന്റ്. പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. അതെന്താ അഭിപ്രായം പറയാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമില്ലേ? പ്രതിപക്ഷ നേതാവ് ഞാനാണെങ്കിൽ ഞാൻ തന്നെ പ്രസിഡന്റാവും. ചർച്ചയിൽ മര്യാദക്ക് നിൽക്കാൻ പറ്റാൻ ഇറങ്ങി പോവാം. എനിക്ക് പ്രസിഡന്റാൻ പറ്റില്ല, ഞാൻ നോക്കിക്കോളാം. പരിപാടി നടക്കൂല. എനിക്കത് ഞാനേ നമ്മളെ കുറച്ച് പയ്യന്മാരോട് വിട്ട. എന്താണ് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ? എത്ര കാലമായി ഇതിന് നടക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ അല്ലടാ പിന്നെ ഞാനങ്ങോട്ടില്ലേ തിരിച്ചാണ് പോന്നാജി അല്ലേ? നിന്നെ കെട്ടിയവനെന്തേടി? ഇതാരാണപ്പാ ഇതുവഴിയൊക്കെ കണ്ടിട്ട് കുറച്ച് കാലായല്ലോ. കണാരൻ എങ്ങോട്ട് പോയതാ? എനിക്കറിയാൻ മേലെ കാലത്ത് എങ്ങോട്ടോ പോയതാ. ഓ, നീ അറിയാതെ അവൻ എങ്ങോട്ട് പോവാനാ? അതെ, ലോനപ്പഞ്ചേട്ടാ, നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റാന്നൊക്കെ നേരാ എന്ന് വെച്ച് നിങ്ങൾ ഏതെല്ലാം ചെറ്റയിൽ കയറി വിയർത്തിട്ടുണ്ടെന്ന് നിങ്ങളെ മാപ്പിളച്ചിക്കറിയോ? അല്ല, എന്തായി പ്രസിഡന്റ്, എന്തായി? ഓട് ചോദിച്ചോക്ക്. പ്രസിഡന്റ് കുറച്ച് കാറ്റുണ്ടോ? ഇജ്ജ് പ്രസിഡന്റ് തൊച്ചാൽ ഇന്നലെ വൈകുന്നേരം ഒരു രണ്ടാളാ വേലീൻ്റെ അവിടെ നിന്ന് വർത്താനം പറയുന്നത് ഞാൻ കണ്ടതാണ്. വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. അല്ലടി, ഇന്നലെ വൈകുന്നേരം അന്തിക്കള്ളി ചെത്തിക്കഴിഞ്ഞ് ഓൻ ആ വടക്കുറത്ത് കൂടെ ഓളെ വീട്ടിലേക്ക് പോണത് ഞാൻ കണ്ടു. രണ്ടാളും കൂടി വേലീൻ്റെ അവിടെ നിന്നിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഓളെ പിന്നാലെ ഓനാണ് കയറി പോണുണ്ട്. എന്നിട്ട് കുറേ നേരം ഇരുട്ടിയിട്ടാണ് ഓൻ അവിടെ നിന്ന് പോയത്. എന്നിട്ടാണ് ഓള് ദീപം തെളിച്ചത്.
ഈ പറഞ്ഞൊക്കെ സത്യമാണോ? സത്യമാണ് രാമേട്ടാ. അതേ ഊക്കുണ്ടാവില്ല അതിനൊക്കെ ഒരു പൂതി. ഒന്നിനും പറ്റാത്ത മുതുക്കം ഭർത്താക്കന്മാരുള്ള പെണ്ണുങ്ങൾക്ക് ആണുങ്ങളെ കണ്ട ഒരാൾക്കൊക്കെ വരും. അതിലിപ്പോൾ ഞാനൊരു തെറ്റും കാണില്ല. അല്ല, അനക്കുണ്ടോ ഇങ്ങനത്തെ പൂതികൾ? ഇല്ലാണ്ടിരിക്കുവിൻ. അല്ല സെക്രട്ടറി, പ്രതിപക്ഷം അവിശ്വാസം മറ്റോ കൊണ്ടുവന്ന പ്രശ്നമാവുമല്ലോ. പ്രസിഡന്റ്, നിങ്ങളൊരു വിഷയം വിചാരിക്കണം, അതൊക്കെ ഞാൻ നോക്കിക്കോളാം. നമ്മളെ കൂട്ടത്തിൽ ഘടകകക്ഷികളിൽ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചാടാൻ നിൽക്കുന്നുണ്ടോന്നും കൂടി നോക്കണം. കിട്ടി. ഇത് നമ്മളെ മക്കാനിക്കാരോ ഐദ്രോസിന്റെയും പൗലോസിന്റെയും നമ്പറാണ്. ഇവരെ വിളിച്ചു ചോദിച്ചാൽ അറിയാം ഇന്ന് രാവിലത്തെ കിന്നാരത്തുമ്പിൽ ആരൊക്കെ ഉണ്ടേനി. ബസ്സിൽ എത്ര ആൾക്കാർ പോകും? അതൊക്കെ ഇപ്പൊ ഓർമ്മ ഉണ്ടാവോ? മെമ്പർ ഉണ്ടെങ്കിൽ പൗലോസ് എന്തായാലും ഉണ്ടാവും. എന്താ പൗലോസിന് ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ കുറച്ച് ആൾക്കും കൂടുതലാണ്. ശരി, എന്നാ പൗലോസിന്റെ നമ്പർ ഒന്നറിയാലോ. ഇപ്പൊ വിളിച്ചിട്ട് വല്ല കാര്യം ഉണ്ടാവോ? നേരം വിളിക്കല്ലേ. ഹലോ, പൗലോസ് അല്ലേ? ആ, പൗലോസാണ്. പ്രസിഡന്റ് ലോനപ്പേട്ടനാണ്. ആ, എന്തേ? അല്ല, നമ്മളെ നാട്ടിൽ രാവിലെ പോകുന്ന ബസ്സില്ലേ? ആ, ഇന്ന് കിന്നാരത്തുമ്പിൽ ആരൊക്കെ ഉണ്ടായിരുന്നു ഓർമ്മ ഉണ്ടോ? പഞ്ചായത്ത് ഇപ്പോ ബസ്സിലെ ആൾക്കാരെ കണക്ക് കൊടുക്കൽ തുടങ്ങിയോ? എന്താ? ഞാനും ഐദ്രോസും 8-10 ആൾക്കാരും ഉണ്ടായിരുന്നു. പിന്നെ ചെത്തുകാരൻ കാണാരനും ഉണ്ടായിരുന്നു. കാണാറുണ്ടായിരുന്നു. കൂട്ടത്തില് സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു പ്രസിഡന്റ്, ഉണ്ടായിരുന്നു. പെണ്ണായിട്ട് നമ്മളെ മെമ്പർ ശാന്ത ഉണ്ടായിരുന്നു. ശാന്ത ഉണ്ടായിരുന്നു? അവളെ കയ്യില് ബാഗോ എന്തേലും ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു പ്രസിഡന്റ്, ഉണ്ടായിരുന്നു. എന്നതാ പ്രശ്നം? ഓ, ഒന്നുമില്ലടാ. എന്താ പ്രശ്നം പ്രസിഡന്റ്? അവള് നമ്മളെ ഭരണം കൊണ്ടുപോയടാ. ഇനി നമ്മൾ എന്ത് ചെയ്യും പ്രസിഡന്റ്? ജനങ്ങളോട് നമ്മൾ എന്ത് സമാധാനം പറയും? ജനങ്ങളോട് പോയി പണിയാക്കാൻ പറയുന്നു. നിങ്ങളെന്തിനാ ബേജാറാകും? നമ്മളില്ല എവിടെയാണ് സ്ഥാനാർത്ഥിയാകാൻ. ഇന്റെ അടുത്തുനിന്ന് മീൻ കടം വാങ്ങാത്ത ആരും അവിടെ അല്ല. ഇന്റെ കുറ്റിക്കാരി മാത്രം വിട്ടാൽ മതി. ഞാൻ ജയിച്ചു കള്ളന്മാര്. എന്താ പ്രസിഡന്റ് ഒരു ടെൻഷൻ? അത് പിന്നെ ഇല്ലാതിരിക്കോ? നിങ്ങളെ നാറിയ ഭരണം കൊണ്ട് പഞ്ചായത്താകെ നാറി. നിങ്ങൾക്കൊന്ന് രാജിവെച്ച് പുറത്തു പോയിക്കൂടെ? അത് പള്ളി പോയി പറഞ്ഞാൽ ഞങ്ങളെ അവിശ്വാസ പ്രമേയം കൊണ്ട് ഇങ്ങനെ കൊടുത്ത പെണ്ണുങ്ങൾ തച്ചാട്ടിയല്ലടാ. ഞങ്ങളെ മേഘാനെ കുറിച്ച് അനാവശ്യം പറഞ്ഞു. പുറത്തു പോകൂ. രാജിവെക്കൂ, പുറത്തു പോകും. രാജിവെക്കൂ, പുറത്തു പോകും. അല്ല സഖാവേ, പ്രസിഡന്റിന്റെ വിവരം അറിയിക്കണ്ടേ? എന്നാ ചെയ്ത് വിളിച്ചു നോക്കിയാ. ഹലോ പ്രസിഡന്റ്, നിങ്ങൾ എവിടെയാണ്? എന്നാ വേഗം വരി. ആയിക്കോട്ടെ.
കണാറാ നിക്ക് കണാറാ ഈ എന്നെ തീ തിരിച്ചല്ലോ. നിങ്ങളോട് തീന ഞാൻ പറഞ്ഞു. അതല്ലേ ഞാൻ എന്നെ കാണായിട്ടൊന്ന് പേടിച്ചു. എന്നെ കാണാണ്ട് നിങ്ങൾ എന്തിനാ പേടിക്കണേ? ഇന്ന് ചെത്താനൊന്നും എന്നെ കണ്ടില്ല. ഇപ്പൊ ചെത്തിന്റെ കണക്ക് പഞ്ചായത്ത് കൊടുക്കണമെന്നുണ്ടോ? അതല്ല കണാറാ, പതിവായിട്ട് എന്നെ കാണാറില്ല അവിടത്തൊന്നേ കണ്ടില്ല, അതിൻ്റെ ഒരു ടെൻഷനാ. അല്ല ശരിക്കും നിങ്ങളെ പ്രശ്നം എന്താണ്? ഇതിന് മുമ്പ് ഞാൻ ചെത്തായിരുന്നുണ്ട്, അതൊന്നും ഇല്ലാത്ത ഒരുമാതിരി വേജാറ് നിങ്ങൾക്ക്. അല്ല പിന്നെ അതേ നിങ്ങൾ ഇരിക്കും പ്രസിഡണ്ടേ. എടേ 2 ഗ്ലാസ് വെള്ളം എടുത്താ. ഇനി പറയാം എന്താ നിങ്ങളെ പ്രശ്നം? അതെ വെള്ളം കൂടി. കാണാരേട്ടാ, രാവിലെ പ്രസിഡന്റ് വന്നേ നിങ്ങളെ ചോദിച്ചു. അല്ല കണാറാ, ഈ രാവിലെ എങ്ങോട്ടാ പോയിരുന്നത്? ഞാൻ എങ്ങോട്ടേലും പോയതൊക്കെ നിങ്ങൾ എന്തിനാ അറിയണേ? എൻ്റെ കൂടെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നു? എൻ്റെ കൂടെ അങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും പ്രസിഡന്റ്. അതെന്താ നിങ്ങൾക്ക് എന്താണ്? കണാറാ, എൻ്റെ ഒരു ഒറ്റ കാരണം കൊണ്ട് 2 കുടുംബവും ഒരു പഞ്ചായത്തിൻ്റെ ഭരണമാണ് നഷ്ടപ്പെടാൻ പോകുന്നത്. അല്ല എനിക്കൊന്നും മനസ്സിലാവണില്ല, നിങ്ങൾ എന്താ ഉദ്ദേശിക്കണേ? അല്ലെങ്കിൽ തന്നെ ഞാനൊന്ന് ആലത്തൂരങ്ങാടി വരെ പോയി വരുമ്പോഴത്തേന് ഏത് കുടുംബം ഏത് പഞ്ചായത്തുമാണ് പ്രസിഡന്റ് ഇവിടെ തകരുന്നത്? കണാറാ, കത്തി മാറ്റിക്കേ, കത്തി ഉറയിലിട്. പ്രസിഡന്റ് എനിക്ക് ചെത്താൻ പോകുന്ന സമയമായി, അതിനാണ്. അല്ലെങ്കിൽ തന്നെ ഞാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമോ? നിങ്ങൾ നമ്മളെ പ്രസിഡന്റ് അല്ലേ? ഹലോ, വന്നോ? എവിടെ എത്തി? പ്രസിഡന്റിനെ കാണാനും വല്ലതും കാട്ടിയാവല്ലേ? പിന്നെ ചാപ്പൊട്ടിട്ട് എല്ലാം വെള്ളാക്കിണ്ടാവും. പ്രസിഡന്റ് വന്നില്ലേ? അല്ല അല്ല നിങ്ങളെ കാണാൻ വല്ലതും ചെയ്തോ? പിന്നെ എന്തിനാ ഞാൻ ഓട്ടോ ഓടിയുന്നത്? മെമ്പർ കിന്നരത്തുമ്പി കയറിയിട്ടുണ്ട്, വിളിച്ചപ്പോ അല്ലേ? ഞാനേ സെക്രട്ടറിയും കൊണ്ട് വരാം, നമ്മൾ മെല്ലെ അങ്ങോട്ട് നടന്നോളെ. ഞാൻ കോമണൻ അവിടെ പോയി അലമ്പാക്കണതിന് മുമ്പേ നമുക്ക് അടിച്ചിടണം. ഞാൻ അവിടെ പോയി അലമ്പുണ്ടാക്കാൻ നിൽക്കട്ടോ. അല്ല ഇല്ലേ? എന്താ ഇപ്പം എല്ലാവരും ഉണ്ടല്ലോ? ഒരു ഗ്രാമസഭയ്ക്ക് വിളിച്ചാൽ പോലും ഇല്ലാത്തത്ര ആളുണ്ടല്ലോ ഇന്ന്. എല്ലാം പാടി ഒപ്പിച്ചു വന്നിട്ടേ ഒന്നറിയാത്ത പോലെ നിൽക്കണല്ലോ. എങ്ങോട്ടേക്ക് കയറി പോണ്? നല്ല കാര്യമായി. ഞാൻ എൻ്റെ പെരേക്കല്ലാതെ പിന്നെ ഇപ്പം എങ്ങോട്ടാ പോണ്? എൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞിട്ട് ഉള്ളിൽ കയറിയാൽ മതി. എൻ്റെ പൊന്നാര ശാന്തേ, ഇത് എന്തു പണിയാ കാട്ടി? ഞങ്ങളൊക്കെ വല്ലാണ്ട് ബേജാറാക്കി രജി. അല്ല, സത്യത്തിൽ ഇവിടെ എന്താ ഉണ്ടായത്? ആരേലും ഒന്ന് പറഞ്ഞു തരേ. അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത സഖാവേ. പ്രിയപ്പെട്ടവരെ, ഈ നാടിനോടും ജനങ്ങളോടും ഭരണഘടനയോടും സർവോപരി പാർട്ടിയോടും ഉത്തരവാദിത്തപ്പെട്ട മെമ്പർ എന്ന നിലയ്ക്ക് മാതൃകാപരമായ ജീവിതം നയിക്കേണ്ട
ശ്രീമതി ശാന്താദേവി എന്ന സഖാവിൽ നിന്നും പ്രത്യയശാസ്ത്ര സാമൂഹിക സാംസ്കാരിക വിരുദ്ധമായതും ഗുരുതരമായതുമായ ഭരണപ്രതിസന്ധി വരുത്തി വെച്ചേക്കാവുന്ന തരത്തിലുള്ളതും ദുർബല വികാരത്തിന് അടിമപ്പെട്ടുള്ളതുമായ ചില നടപടികൾ ബോധപൂർവം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് പാർട്ടി സെക്രട്ടറി എന്ന നിലയ്ക്ക് ഞാനിതിവിടെ റിപ്പോർട്ട് ചെയ്യുകയാണ്. ഇതപ്പോ ഇയാളീ പറയണത് ചെന്ന് മനസ്സിലാണല്ലേ ചങ്ങായി. ഈ ഇവിടെ തന്നെയെങ്കിലും മനുഷ്യന്മാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയും, അല്ലെങ്കിൽ ഇങ്ങോട്ട് മാറിക്ക്. ഞാൻ പറയാം മെമ്പറെ, നമ്മളെ പാർട്ടീൻ്റെ മെമ്പറാകുമ്പോൾ ഇമ്മാരി അനാശാസം നമ്മൾ അനുവദിച്ചു കേട്ടോ. ഞാൻ എന്താ അനാശാസം ചെയ്തുകൂടാ നിങ്ങളൊക്കെ പറയുന്നത്? സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ച് ശത്രുവശത്തിന്റെ ഭർത്താവ് ഈ ചെത്തുകാരൻ കാണാറിനെ പൊളിച്ചോടി പോയതിന് മെമ്പറെ നിങ്ങൾ വിശദീകരണം തന്നേ പറ്റൂ. ആരാടാ എൻ്റെ കെട്ടിയവനെ പറ്റി തോന്നിയാസം പറയുന്നത്? ഏതവനായാലും അവൻ്റെ നാക്കിയാനരി. കന്നിച്ചത്ത് തൊട്ട് നല്ല മധുരക്കള്ള് പോരെ കിട്ടുമ്പോൾ ആരാടാ ആരാൻ്റെ കക്കാൻ പോവാ? ഓഹോ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് അല്ലേ? അല്ല, ഞാൻ ചെത്തുകാരൻ കണാറിൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി എന്ന് പറഞ്ഞ മഹാനാരാ? ഇന്ന് രാവിലെ രാഘവനാണ് എന്നോട് പറഞ്ഞത് ശാന്തയെ കാണാനില്ല. ഇന്നലെ വൈകുന്നേരം മൂന്തിച്ചത്ത് കഴിഞ്ഞ് കണാരനും ശാന്തയും ഏറെ നേരം വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നത് എൻ്റെ കെട്ടിയോള് മീനാക്ഷിയും കണ്ടിട്ടുണ്ട്. ഇന്ന് രാവിലത്തെ കിന്നാരത്തുമ്പിയിൽ രണ്ടുപേര് കയറി പോണത് കണ്ടോല് പലരും പറയണത് കേട്ടു. കണാരാ, നീ എൻ്റെ തൈത്തെങ്ങിനെയും വിളിച്ച് വീട്ടിൽ ചെന്നിട്ടേ ഉണ്ടായ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. ഞാൻ ഈ നാട്ടുകാരെയൊക്കെ ഒന്ന് പിരിക്കട്ടെ. മെമ്പറുടെ അകത്തേക്ക് വാ. സെക്രട്ടറി മെമ്പറെ, നിങ്ങൾ കാര്യങ്ങൾ വിശദീകരിക്കുക. ആകെ പ്രശ്നത്തിലാണ്. ഞാൻ എങ്ങോട്ടാ പോയതെന്ന് പറഞ്ഞാൽ പാർട്ടി നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് പാർട്ടി വിധിക്കും. എനിക്കെതിരെ നടപടിയെടുക്കും, ഞാൻ രാജിവെക്കും. ഇനി പറയാതിരുന്നാലോ അനാശാസിയാണെന്ന് പറഞ്ഞിട്ട് പ്രതിപക്ഷം സമരം ചെയ്യും. അവിശ്വാസമായി രാജിയായി. രണ്ടായാലും പ്രസിഡന്റിൻ്റെ കസേര പോയി, പാർട്ടിക്ക് ഭരണം പോയി. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിച്ചു. മെമ്പറെ, നിങ്ങൾ വിഷയം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ. പാർട്ടിക്ക് ദോഷം വരാത്ത രീതിയിൽ ഇനി ചെവി അറിയാതെ ഞങ്ങളത് തീർത്തോളാം. വിഷയം വിശ്വാസവും ആചാരമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ആലത്തൂരിൽ നിന്ന് കുറച്ച് ഭക്തർ മണ്ണാർശാലയ്ക്ക് പോകണ്ടെന്ന് കണാരൻ എന്നോട് പറഞ്ഞത്. അവിടെ പോയി ഉരുളി അമത്തിയാൽ ഉണ്ണി ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പോയത്. ഓ, ഇത്രയേ ഉള്ളൂ പ്രശ്നം. ഇത് ആ രാഘവന്നാരോട് പറഞ്ഞിരുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ലെന്നല്ലോ. ഏട്ടനോട് പറഞ്ഞ ഏട്ടൻ സമ്മതിക്കില്ലേ? അതല്ലേ പറയാണ്ട് പോയത്. ഓ, എല്ലാവിധ അനുഗ്രഹങ്ങളും. ആ പ്രസിഡന്റ് രാജിക്കത്ത് വാങ്ങിയില്ലേ? എല്ലാവരും പിരിഞ്ഞു പോകണം. മെമ്പറുടെ വിശദീകരണവും പാർട്ടിയുടെ തീരുമാനവും നാളെ രാവിലെ തന്നെ അറിയിക്കുന്നതാണ്. എടാ എന്റെ കച്ചവടം പോയത് മിച്ചായി. സിന്ദാബാദ് സിന്ദാബാദ് ജനനേതാക്കൾ സിന്ദാബാദ് ജനനേതാക്കൾ സിന്ദാബാദ് ജനനേതാക്കൾ സിന്ദാബാദ് ജനനേതാക്കൾ സിന്ദാബാദ് പ്രതിപക്ഷം സിന്ദാബാദ് പ്രതിപക്ഷം സിന്ദാബാദ് പ്രസിഡന്റ് രാജിവെക്കുക. രാജിവെച്ചു പുറത്തു പോകൂ. രാജിവെച്ചു പുറത്തു പോകൂ. രാജിവെച്ചു പുറത്തു പോകൂ. രാജിവെച്ചു പുറത്തു പോകൂ. പ്രസിഡന്റ് രാജിവെക്കുക. പ്രസിഡന്റ് രാജിവെക്കുക. പ്രസിഡന്റ് രാജിവെക്കുക. നിക്ക് മീനാക്ഷിയെ, കണാറിനെ വിളിച്ച് ഞാൻ ഉള്ളിൽ കയറ്റുമ്പോഴേ എന്റെ നായരുണ്ടായിരുന്നു പെരേന്റെ ഉള്ളിൽ. സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചു നോക്ക്. പോയിന്റെ മക്കാനി പറഞ്ഞു.
മോളെ ഇത് വന്നക്കരയുന്ന പേര് ആ മുല്ലാപ്പിൻകൂട് ഇത് മണ്ണിൻ മണമുള്ള നാട് ആ വല്ലാത്തൊരു നാട് ഇത് വന്നക്കരയുന്ന പേര് മുല്ലാപ്പിൻകൂട് ഇത് മണ്ണിൻ മണമുള്ള നാട് പരദൂഷണ പാഷാണങ്ങൾ അധികാരക്കൊതി വിളയാട്ടങ്ങൾ പരദൂഷണ പാഷാണങ്ങൾ അധികാരക്കൊതി വിളയാട്ടങ്ങൾ ചക്കിന് വെച്ചത് കുക്കിന് കൊള്ളും തക്കിട തരികിട കളിയാട്ടങ്ങൾ വല്ലാത്തൊരു നാട് ഇത് വന്നക്കരയെന്നു പേര് വല്ലാപ്പിൻകൂട് പുതു മണ്ണിൻ മണമുള്ള നാട് വല്ലാത്തൊരു നാട് ഇത് വന്നക്കരയെന്നു പേര് വല്ലാപ്പിൻകൂട് ഇത് മണ്ണിൻ മണമുള്ള നാട് പുത്തന്മാരുടെ നാട്